ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. പ്രപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ മെത്തേഡ്, ദെൻ പോയിന്റ് മെത്തേഡ്, ആർക്ക് മെത്തേഡ്. 4 മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ആദ്യത്തേൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തേൽ നമുക്ക് വന്ന എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ചിൻ്റെ ബേസിസിൽ. ദെൻ തേർഡ് വണ്ണിലെ പോയിന്റ് മെത്തേഡിൽ നമ്മൾ ഓരോ ഡിമാൻഡ് കർവിൻ്റെയും ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഓരോ പോയിന്റിൻ്റെയും ഇലാസ്റ്റിസിറ്റി നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വണ്ണിൽ ഇതേപോലെ തന്നെ ഡിമാൻഡ് കർവുകളുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. മോർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ ഒന്നാമത്തെ ഇലാസ്റ്റിസിറ്റിയായ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് ഇത്രയും നാൾ ഡിസ്കസ് ചെയ്തത്. ആ ടൈപ്പിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും കൂടുതൽ പഠിക്കാനുള്ള ഒരു ഏരിയയുമാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അത് ഇന്നത്തെ ക്ലാസ്സോട് കൂടി കഴിഞ്ഞു. അതായത് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ അണ്ടറിൽ അതിൻ്റെ മീനിങ് പഠിക്കണം, ഡിഗ്രീസ് പഠിക്കണം, മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഈ 3 എണ്ണമായിട്ടാണ് നമ്മളത് പഠിക്കേണ്ടതായിട്ട് വരിക. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ പഠിക്കാനുള്ളത് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. One of the important factor influencing the demand is the level of income of consumer. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈസ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് പഠിച്ചപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് പഠിച്ചത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആയിരുന്നു. സെക്കൻഡ് വൺ എന്താ പഠിച്ചത്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണ്. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്? ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. കാരണം എൻ്റെ കയ്യിലേക്ക് വരുന്ന ഇൻകം കൂടി, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ കൺസപ്ഷനും വാങ്ങുന്ന സാധനങ്ങളുടെ നമ്പറും അതുപോലെ വെറൈറ്റീസും നമ്മൾ കൂട്ടും. അപ്പോൾ ഇൻകം കൂടിയാൽ കമ്മോഡിറ്റികളുടെ ഡിമാൻഡ് കൂടും. അതേസമയം ഇൻകം കുറഞ്ഞാൽ എനിക്കുള്ള ആനുവൽ ഇൻകം കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൺസപ്ഷൻ കുറയ്ക്കും. ഞാൻ നോർമലി വാങ്ങുന്ന സാധനങ്ങളുടെ കമ്മോഡിറ്റിയുടെ നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കും. അപ്പോൾ ഇൻകം കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയും. ആ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിരുന്ന പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടും, ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ചേഞ്ച് ഇൻ ഇൻകം വിൽ ചേഞ്ച് ദ ഡിമാൻഡ്. ദിസ് റിലേഷൻഷിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി. അങ്ങനെ ഇൻകവും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ എന്ത് റിലേഷൻഷിപ്പാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാന്ന് പറഞ്ഞു. ഇൻകം കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, ഇൻകം കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയും. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. It measures the change in demand in response to change in the consumer's income. അപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡിൽ വന്ന ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ദ കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമേഴ്സ് ഇൻകത്തിൽ ചേഞ്ച് വന്നതുകൊണ്ട് ഇൻകം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ചേഞ്ച് വന്നു അതിൻ്റെ മെഷർമെൻറ്റ് നടത്താനാണ് വിളിക്കുന്ന പേരാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇറ്റ് മെഷേഴ്സ് ദി ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ദി കൺസ്യൂമേഴ്സ് ഇൻകം. ഓക്കെ, ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇ വൈ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഫംഗ്ഷൻ ഓഫ് പി വൈ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഇ വൈ ഇൻകം ആയതുകൊണ്ട് ഇ വൈ എന്ന് എഴുതിയെന്നുള്ളൂ. ഇ വൈ ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇക്വേഷൻ എന്താ പഠിച്ചത്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് പഠിച്ചത്. അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും.
ഇവിടെ ഇൻകം ഇലാസ്റ്റിറ്റി ആയതുകൊണ്ട് എന്തെന്ന് എഴുതിയാൽ മതി, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം എന്ന് എഴുതിയാൽ മതി. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡിമാൻഡ്. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയിലെ നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ മെത്തേഡ്സിൽ, അതുപോലെ തന്നെയാണ് ഇതിനും പഠിക്കേണ്ടത്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. അതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരിക. നിങ്ങൾ ഇക്വേഷൻ പഠിക്കേണ്ട, പക്ഷെ നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാവുന്നതല്ലോ. ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചേഞ്ച് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ പ്രൈസ് ഉപയോഗിച്ചോ, അതിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? ഇൻകം ഉപയോഗിച്ചാൽ നമുക്ക് ഇൻകം ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രോബ്ലം ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Generally, income elasticity of demand for a commodity is positive except in the case of inferior goods. അല്ലെങ്കിൽ inferior goods എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ അധികം ഡെയിലി ലൈഫിൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അധികം ഇൻകം ഒന്നും ഇല്ലാത്ത ഒരു ആവറേജ് ഇൻഡിവിജ്വൽസ് വാങ്ങുന്ന പ്രൊഡക്റ്റാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ ഗുഡ്സിന് ചിലപ്പോൾ ഇൻകം കൂടിയാൽ അതിൻ്റെ ഡിമാൻഡ് കുറയാനാണ് സാധ്യത. കാരണം നമുക്ക് കാശ് കൂടും തോറും നമ്മൾ സാധാ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങില്ല, കുറച്ചും കൂടി റേഞ്ച് കൂടിയ ഹൈ റേഞ്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ഈ ഇൻകം ഇലാസ്റ്റിറ്റി എല്ലാ പ്രൊഡക്റ്റിനും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻകം കൂടുമ്പോൾ പ്രൈസ് ഡിമാൻഡ് കൂടണം. ആ ഡിമാൻഡ് കൂടുന്നത് എല്ലാ പ്രൊഡക്റ്റിനും പോസിറ്റീവായിട്ടാണ് വരിക, എക്സെപ്റ്റ് ഏതിന് മാത്രം? ഇൻഫീരിയർ ഗുഡ്സിന് മാത്രം. ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നോർമൽ അധികം ഇൻകം ഒന്നും ഇല്ലാത്ത ഒരു ആവറേജ് ഇൻഡിവിജ്വൽസ് വാങ്ങുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്സ്. ആ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഡിമാൻഡ് കുറയും. കാരണം എല്ലാവരുടെയും ഇൻകം ഇങ്ങനെ കൂടുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. ഒട്ടുമിക്ക ബാക്കി പ്രൊഡക്റ്റുകൾക്കൊക്കെ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇൻകം ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിറ്റി. നമുക്ക് 3 സബ് ടൈപ്സ് പഠിക്കാനുണ്ട്. സീറോ ഇൻകം ഇലാസ്റ്റിറ്റി ആയതാണ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. എ ചേഞ്ച് ഇൻ ഇൻകം വിൽ ഹാവ് നോ ഇഫക്റ്റ് ഓൺ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇറ്റ് ഈസ് കോൾഡ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. നമ്മൾ എന്താ പഠിച്ചത്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടണം എന്നാണ് പഠിച്ചത്. പക്ഷേ ഇൻകം കൂടിയതിനനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. അതിന് എക്സാമ്പിൾ പറയുന്നത് സോൾട്ടാണ്, ഉപ്പ്. ഉപ്പ് നമുക്കറിയാം, നമുക്ക് എന്തോരം ഇൻകം കൂടിയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഉപ്പിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കുറേ മേടിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഡിമാൻഡ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഇൻകം കൂടിയെന്ന് വിചാരിച്ചിട്ട് ആ പ്രൊഡക്റ്റുകൾക്കൊന്നും ഡിമാൻഡിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിന് വിളിക്കുന്ന പേരാണ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം കൂടിയത് കൊണ്ട് ഡിമാൻഡ് കൂടണില്ല. ഓക്കെ, then second one, negative income elasticity. An increase in income will lead to a decrease in quantity demanded. It is called negative income elasticity. നമ്മൾ ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എക്സാമ്പിൾ ഇൻഫീരിയർ ഗുഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫീരിയർ ഗുഡ്സ്, അതായത് നമ്മൾ ആവറേജ് ഇൻഡിവിജ്വൽസ് അധികം കാശ് സ്പെൻഡ് ചെയ്യാണ്ട് വാങ്ങുന്ന പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. എല്ലാ കൺസ്യൂമേഴ്സിനും ഇൻകം കൂടാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. Then third one is positive income elasticity. An increase in income will lead to an increase in quantity demanded. അതായത് ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് വിളിക്കുന്നത്. സാധാരണ അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് നോർമൽ, നമ്മൾ സാധാരണ വാങ്ങുന്ന കമോഡിറ്റി തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്നേക്കാൾ ചിലപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻകം കുറയുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്നേക്കാളും കുറവ് ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് ഏതെല്ലാം പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ചേഞ്ച് വരുന്നത് ആ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾക്കുള്ള ഇലാസ്റ്റിറ്റിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. അത് കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും. ഓക്കെ, മറ്റേതിൽ കൂടുമ്പോൾ നെഗറ്റീവിലാകുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ ഇൻകം കുറയുമ്പോൾ
ഡിമാൻഡ് കൂടും. അതാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പക്ഷേ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ എന്താ ഉണ്ടാവുന്നത്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും വേണം, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും വേണം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾക്കാണ് എന്തുണ്ടാവുക? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് ഉണ്ടാവുന്നത്. സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം ചേഞ്ചിനനുസരിച്ച് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. നെഗറ്റീവിലാണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പോസിറ്റീവിലാണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻകം ഇലാസ്റ്റിസിറ്റി ടൈപ്സ് ആയിട്ട് 3 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ ഈ ഇൻകം ഇലാസ്റ്റിസിറ്റി മെഷർമെൻറ്റ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്, ഹെൽപ്സ് ഇൻ കാറ്റഗറൈസിങ് ഗുഡ്സ്. ഈ 3 ഫീൽഡിലാണ് നമുക്ക് മെയിനായിട്ടും ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ മെഷർമെൻറ്റ് ആവശ്യം വരിക. ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അവർക്ക് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടിയാലാണ് അവർക്ക് ഡിമാൻഡ് കൂടുതലുണ്ടാവും. അപ്പോൾ സപ്പോസ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം അധികം കൂടാനുള്ള സാധ്യത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുമെന്നൊരു എക്സ്പെക്റ്റേഷൻ നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? അധികം പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. പ്രൊഡക്റ്റിൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തേണ്ട, അധികം ഒന്നും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കില്ല. അപ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ദെൻ ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്, അതുപോലെ ഫ്യൂച്ചറിൽ എൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, പക്ഷെ നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രമാത്രമാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇൻകം ഇലാസ്റ്റിസിറ്റി മെഷർമെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽപ്സ് ഇൻ കാറ്റഗറൈസിങ് ഗുഡ്സ്. കാറ്റഗറൈസിങ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ ഡിഫറെൻറ്റ് പ്രൈസിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പല എക്സാമ്പിൾസും അതിൽ കാണാം. അതായത് ലോ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓരോ പ്രൊഡക്റ്റിന് കാണാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിക്കാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, സെക്കൻഡ് ക്വാളിറ്റിക്ക് കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും, തേർഡ് ക്വാളിറ്റിക്ക് കുറച്ചുകൂടി റേറ്റ്. അപ്പോൾ അധികം ഇൻകം ഇല്ലാത്ത ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഹൈ ഇൻകം പീപ്പിളിനെ ഉദ്ദേശിച്ചിട്ടാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു ആവറേജ് ഇൻകമുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻകത്തിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രൊഡക്റ്റിനും കാറ്റഗറൈസ് ചെയ്ത് ഓരോ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ ഓരോ ഇൻകം ലെവലുള്ള കൺസ്യൂമേഴ്സിനും വേണ്ടി ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഇൻകം ഇലാസ്റ്റിസിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഈ 3 ഏരിയയിലാണ് നമുക്ക് ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ യൂസേജ് ഉണ്ടാവുന്നത്. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, then the third type of elasticity is cross elasticity. അപ്പോൾ നമ്മൾ മൊത്തം ഇപ്പോൾ 2 elasticity പഠിച്ചു, പ്രൈസ് elasticity പഠിച്ചു, ഇൻകം elasticity പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രോസ് elasticity ആണ്. This measure the change in demand for a commodity due to change in the price of another commodity. എൻ്റെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറഞ്ഞു, അതിൻ്റെ കാരണം എന്തായത്? എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല, വേറെ ഏതോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് അതുകൊണ്ടാണ്, ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ എന്താ പഠിച്ചത്? എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാൽ എൻ്റെ ഡിമാൻഡ് കുറയും, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ എൻ്റെ ഡിമാൻഡ് കൂടും. ഒക്കെ രണ്ടും എൻ്റെ പ്രൈസിൻ്റെ കേസാണ് നമ്മൾ നോക്കാറ്. അതേസമയം ഇവിടെ എന്താ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസം വന്നതുകൊണ്ടല്ല, വേറെ ഏതോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് എൻ്റെ ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് കുറഞ്ഞത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. The commodity may be substitute or complementary goods. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റും. അങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾക്കും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകൾക്കുമാണ് സാധാരണ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി വരിക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് നമ്മൾ എന്താ എക്സാമ്പിൾ പഠിച്ചിരുന്നത്? ചായയും കാപ്പിയും. ചായയുടെ പ്രൈസ് കൂടിയാൽ എന്തിൻ്റെ ഡിമാൻഡ് കൂടും? കോഫിയുടെ ഡിമാൻഡ് കൂടും. അല്ലെങ്കിൽ ചായയുടെ ഡിമാൻഡ് കുറഞ്ഞു, അതിൻ്റെ റീസൺ എന്തായിരിക്കും? കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഇത്രയും നാളും ചായ ഉപയോഗിച്ചവരൊക്കെ ഏത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി? കാപ്പി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെങ്കിൽ മറ്റേ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റോ ഒന്നിനൊപ്പം ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റൊരു പ്രൊഡക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞത് കാറും ഡീസലും ആയിരുന്നു.
കാറിൻ്റെ ഡിമാൻഡ് കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീസലിൻ്റെയും ഡിമാൻഡ് കൂടും. ദെൻ കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീസലിൻ്റെയും ഡിമാൻഡ് കുറയും. കാരണം കാർ ആരും വാങ്ങുന്നില്ലെങ്കിൽ ഡീസലും അധികം യൂസേജ് വരുന്നില്ല. അങ്ങനത്തെ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾക്കോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകൾക്കോ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ്. അതിന് വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമോഡിറ്റി എ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി ബി. അതായത് നമ്മൾ നേരത്തേലൊന്നും ഇങ്ങനെ എ ബി എന്നൊന്നും എഴുതാറില്ല. കാരണം ഒരേ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഒരേ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലും വന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാറ്. പക്ഷേ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും വേറൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇക്വേഷൻ വിൽ ബി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമോഡിറ്റി എ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി ബി. ഓക്കെ, എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ചേഞ്ച് വന്നതും ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലെ ചേഞ്ച് വന്നതും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ സ്റ്റഡി ചെയ്യുക. ഓക്കെ, then the cross elasticity will be positive in case of substitute goods. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? വേറൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞത് കൊണ്ടാണ് അല്ലേ? ചായയുടെ ഡിമാൻഡ് കുറഞ്ഞത് എന്തുകൊണ്ടാണ്? കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ചായ ഉപയോഗിക്കുന്നവരെല്ലാം കാപ്പി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ പ്രൈസും കുറഞ്ഞു, ഇവിടെ ഡിമാൻഡും കുറഞ്ഞു. അപ്പോൾ അതെന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും പോവുക. എൻ്റെ ടീയുടെ ഡിമാൻഡ് കുറഞ്ഞു, കോഫിയുടെ പ്രൈസും കുറഞ്ഞു. കോഫിയുടെ പ്രൈസ് കുറഞ്ഞത് കൊണ്ടാണ് ടീയുടെ ഡിമാൻഡ് കുറഞ്ഞത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി നെഗറ്റീവ് ഇൻ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണ് ചെയ്യുക കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെങ്കിൽ. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ സപ്പോസ് കാറിൻ്റെ പ്രൈസ് കൂടി. ഓക്കെ, കാറിൻ്റെ പ്രൈസ് കൂടിയാൽ ഡീസലിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം കാറിൻ്റെ പ്രൈസ് കൂടിയാൽ ആരും കാറ് വാങ്ങില്ല. കാറ് വാങ്ങാത്തവർക്ക് പിന്നെ ഡീസൽ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? കാറിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് എന്തുണ്ടായി? നമ്മുടെ ഡീസലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇവിടെ പ്രൈസ് കൂടിയപ്പോൾ ഡീസലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ചിന്തിക്കാം. ഡീസലിൻ്റെ പ്രൈസ് കൂടി. ഡീസലിൻ്റെ പ്രൈസ് കൂടിയാൽ പ്രൈസ് നന്നായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോർമൽ ഒരു ആവറേജ് ഇൻകം ഉള്ള ഒരാൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അയാൾ എന്തായാലും പുതിയ കാറ് വാങ്ങാനായിട്ട് പോവില്ല. അപ്പോൾ ഡീസലിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് എന്തുണ്ടാവാം? കാറിൻ്റെ ഡിമാൻഡ് കുറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കൂടും, ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്ന് കുറയും. അതായത് കോഫിയുടെ പ്രൈസ് കുറഞ്ഞാൽ ചായയുടെ ഡിമാൻഡും കുറയും. ദെൻ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോവുക. കാറിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഡീസലിൻ്റെ പ്രൈസ് കൂടിയാൽ കാറിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം ഡീസലിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് അധികം ആൾക്കാരൊന്നും പുതിയ കാറ് വാങ്ങാനായിട്ട് പോവില്ല. സോ അതിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ട് പ്രൊഡക്റ്റുകളുടെ ചേഞ്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തത് കൊണ്ടല്ല, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയതോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയതുമായ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്, ദ ഇലാസ്റ്റിസിറ്റി വിൽ ബി പോസിറ്റീവ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ്, ദ ഇലാസ്റ്റിസിറ്റി വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. When increase in price of one goods,
that is A, causes an increase in demand of other goods, that is B, it is positive cross elasticity. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടി, അതായത് ചായയുടെ പ്രൈസ് കൂടിയപ്പോൾ എന്തിൻ്റെ ഡിമാൻഡ് കൂടി? കോഫിയുടെ ഡിമാൻഡ് കൂടി. അല്ലെങ്കിൽ കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ചായയുടെ ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ സെയിം ഡയറക്ഷനിലാണ് പോണതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് വെൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് വൺ ഗുഡ്സ്, എ എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോസ് ടീ ആണെന്ന് വിചാരിക്കാം. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ കോസസ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് അതർ ഗുഡ്സ്, ദാറ്റ് ഈസ് ബി എന്ന് പറയുന്നത് കോഫി ആണെങ്കിൽ കോഫിയുടെ ഡിമാൻഡ് കൂടി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എ എന്ന് പറഞ്ഞിടത്ത് ടീ എന്ന് എഴുതാം, ബി എന്ന് പറഞ്ഞിടത്ത് കോഫി എഴുതാം. അങ്ങനെ ചായയുടെ പ്രൈസ് കൂടിയപ്പോൾ ചായ കുടിക്കുന്നവരെല്ലാം എന്തുപയോഗിക്കാൻ തുടങ്ങി? കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങി. സോ കാപ്പിയുടെ ഡിമാൻഡ് കൂടി. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. Second one is negative cross elasticity. When increase in price of one goods A causes decrease in the demand of other goods, it is called negative cross elasticity. ഞാൻ നേരത്തെ പറഞ്ഞോണം increase in the price of one goods. one good ഉദ്ദേശിക്കുന്ന ഡീസലിൻ്റെ വില, അതാണ് ഡീസൽ, അതാണ് ഒരു എ എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് കോസസ് ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് അതർ ഗുഡ്സ്. എന്തുകൊണ്ട്? അപ്പം എന്തുണ്ടായി? കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. കാരണം പ്രൈസ് കൂടിയത് കൊണ്ട് ആൾക്കാർ കാറ് വാങ്ങാനായിട്ട് പോണില്ല. അപ്പം അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പം എ എന്ന് പറഞ്ഞത് ഡീസലിനിടുക, ബി എന്ന് പറയുന്നത് എന്തായിട്ടിടുക? കാറായിട്ടിടുക. അപ്പോൾ when the price of diesel increases causes a decrease in the demand of car, it is called negative cross elasticity. Example complementary goods. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി വന്നിരിക്കുന്നത്, നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതാണ് നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി. എക്സാമ്പിൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. Then third one is zero cross elasticity. When increase or decrease in price of one good does not affect the demand of other goods, it is called സീറോ ഇലാസ്റ്റിസിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ക്രോസ് ഇലാസ്റ്റിസിറ്റി. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പും ഇല്ല. കോംപ്ലിമെൻ്ററി ഗുഡ്സും അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റും അല്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുള്ള ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഒരു വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണ്. ആദ്യത്തെ രണ്ടെണ്ണം ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ശ്രദ്ധിച്ച് പഠിക്കുക. പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയും അതുപോലെ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾക്കാണ് ബാധകമായിട്ടുള്ളത്. നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി കോംപ്ലിമെൻ്ററി ഗുഡ്സിനാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾ വെച്ച് ആ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ തേർഡ് ഇലാസ്റ്റിസിറ്റിക്ക് നമ്മൾ കഴിഞ്ഞു, ക്രോസ് ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് എളുപ്പമാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. Advertising elasticity of demand is a measure of market sensitivity to increase or decrease in advertising. അതായത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണോ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീനെ അതിൻ്റെ മെഷർമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് എ മെഷർ ഓഫ് എ മാർക്കറ്റ് സെൻസിറ്റിവിറ്റി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. നമുക്കറിയാം, നമ്മൾ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ഇറങ്ങിയെന്ന് അറിയണത് തന്നെ പരസ്യം കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ എന്താണ് ചേഞ്ച് ഉണ്ടായത് അതിനെ സ്റ്റഡി ചെയ്തെന്ന് വിളിക്കുന്ന പേരാണ് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് ഇഫക്റ്റീവ്നെസ് ഇൻ ജനറേറ്റിംഗ് ന്യൂ സെയിൽസ്. നമ്മൾ പുതുതായിട്ടൊരു പരസ്യം കൊടുത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ പല പ്രൊഡക്റ്റിൻ്റെയും പരസ്യം കണ്ടിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോവാറില്ല. അതിനർത്ഥം എന്താണ്? ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് അല്ല, അതുപോലെ അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുമില്ല. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് എഫക്റ്റീവ്നെസ്. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്തിൽ? ഇൻ ജനറേറ്റിംഗ് ന്യൂ സെയിൽസ്. പുതിയ സെയിൽസ് അല്ലെങ്കിൽ പുതിയ ഡിമാൻഡ് ഉണ്ടാക്കാനായിട്ട് ആ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുള്ള അതിൻ്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വിളിക്കുന്ന പേരാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം, ഇറ്റ് ഈസ് എ പെയ്ഡ് പബ്ലിസിറ്റിയാണ്. ഓരോ കമ്പനികളും കാശ് ചിലവാക്കിയിട്ടാണ് നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്നത്.
ആ പരസ്യം കൊടുക്കുന്നതിൻ്റെ മെയിൻ എയിം എന്താണ്? ആ പരസ്യം കണ്ടിട്ട് കൺസ്യൂമേഴ്സ് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് വരണം, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടണം, സെയിൽസ് കൂടണം, പ്രോഫിറ്റ് കൂടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പരസ്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാശ് ചെലവാക്കി കൊടുക്കുന്ന പരസ്യം കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അത് മെഷർമെൻറ്റ് നടത്താനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇക്വേഷൻ ED is equal to proportionate change in quantity demanded divided by proportionate change in advertising expenditure. നമ്മൾ കൂടുതൽ കാശ് കൊടുത്തിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എൻ്റെ ഡിമാൻഡ് കൂടിയോ, അതായത് ഇത്രയും നാൾ ഞാനൊരു ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നില്ല, ഈ ഒരു മാസം ഞാൻ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് ഈ മാസം എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടായോ, അത് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിസിറ്റിയാണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. A positive advertising elasticity indicates that an increase in advertising leads to a rise in the demand of a demand for the advertised goods or services. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ പരസ്യം കൊടുത്തിരുന്നില്ല, അടുത്ത ജനുവരി മാസം തൊട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കൊടുത്തു. അതിൻ്റെ റിസൾട്ടായിട്ട് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിയാൽ അവിടെ എന്താണ്? പോസിറ്റീവ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. അതേസമയം പരസ്യം കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിൽ സീറോ അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി ആണ്. ദെൻ പരസ്യം കൊടുത്തിട്ടും എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാണെങ്കിൽ അവിടെ എന്താണ്? നെഗറ്റീവ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ചേഞ്ച് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിനുണ്ടായ ചേഞ്ച്, ഡിമാൻഡ് കൂടിയാൽ പോസിറ്റീവാണ്, കുറഞ്ഞാൽ നെഗറ്റീവ്, പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടായില്ലെങ്കിൽ സീറോ ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമ്മുടെ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഇതോടുകൂടി കഴിഞ്ഞു. നേരത്തെ ആദ്യം പഠിച്ച പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ബാക്കി 3 ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഈ ലാസ്റ്റത്തെയാണ്, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെയും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റിൻ്റെയും റിലേഷൻഷിപ്പ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.